നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ബുധനാഴ്ച സ്വകാര്യ ബസ് പണിമുടക്ക്. വിപ്ലവകാരിയായ ഡോക്ടറാവുക. മെഡിക്കൽ കോളേജിൽ ചെഗുവേരയുടെ ചിത്രമുയർത്തി വിദ്യാർത്ഥികൾ. ഫയൽ ശസ്ത്രക്രിയക്കിടെ മരണം. യുവാവിന്റെ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യും. 7ഓളം തെരുവുനായ്ക്കൾ കൂട്ടത്തോടെ ആക്രമിച്ചു. 4 വയസ്സുകാരിയെ കടിച്ചു കീറി വലിച്ചു. ദാരുണാന്ത്യം. നീതി തേടി റെയിൽവേ തൊഴിലാളികൾ. ജൂലൈ 8 ചെന്നൈ റെയിൽവേ GM ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. അമ്പൂരിയിൽ മരിച്ച ഋതുവേദയുടെ അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു. കനത്ത മഴയും ശക്തമായ കാറ്റും. കണ്ണൂരിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ കടപുഴകി വീണു. സ്ത്രീക്ക് പരിക്ക്. കോറോ ഹെൽത്ത് കൂട്ട പിരിച്ചുവിടൽ. ജീവനക്കാരുടെ സമരം ഏറ്റെടുത്ത ഡിവൈഎഫ്ഐ. കണ്ണൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 3 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ബുധനാഴ്ച സ്വകാര്യ ബസ് പണിമുടക്ക്. സംസ്ഥാനത്ത് ജൂലൈ 8 ബുധനാഴ്ച സ്വകാര്യ ബസ് പണിമുടക്ക്. KSRTയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതോടെ സ്വകാര്യ ബസ്സുകളുടെ വരുമാനം സാരമായി കുറഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് സമരം. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതോടെ ഡീസലിന് വേണ്ട വരുമാനം പോലും ലഭിക്കുന്നില്ല എന്നാണ് ബസ് ഉടമകളുടെ പരാതി. ഇന്ന് കാസർഗോഡ് ജില്ലയിലെ സൂചന പണിമുടക്ക് പൂർണ്ണമായിരുന്നു. കാസർഗോഡ് ജില്ലയിൽ 450-ലധികം സ്വകാര്യ ബസ്സുകളാണ് പണിമുടക്കുന്നത്. KSRTC ബസ്സുകൾ സർവീസ് നടത്താത്ത റൂട്ടുകളിൽ യാത്രക്കാർ ദുരിതത്തിലായി. വിവിധ തൊഴിലാളി സംഘടനകൾ പണിമുടക്കിൽ പങ്കാളികളായി. അമ്പൂരിയിൽ മരിച്ച ഋതുവേദയുടെ അമ്മ ആത്മഹത്യക്കു ശ്രമിച്ചു. അമ്പൂരിയിൽ 3 വയസ്സുകാരി ഋതുവേദ വാഹനം കയറി മരിച്ച സംഭവത്തിന് പിന്നാലെ കുഞ്ഞിന്റെ അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു. ആര്യങ്കോട് സ്വദേശി നിഷയാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ഞായറാഴ്ച വൈകുന്നേരമാണ് വിനോദ യാത്രയ്ക്കായി പോയ സംഘത്തിലെ 3 വയസ്സുകാരിയുടെ മുകളിലേക്ക് വാഹനം കയറി ഇറങ്ങിയത്. ടെമ്പോ ട്രാവലർ പാർക്ക് ചെയ്ത ശേഷം പാട്ട് വെച്ച് ഡാൻസ് കളിക്കുന്നതിനിടെയാണ് ബ്രേക്ക് പോയ വാഹനം 3 വയസ്സുകാരി ഋതുവേദയുടെ മുകളിലൂടെ കയറി ഇറങ്ങിയത്. വാഹന അപകടത്തിന് കാരണം ഹാൻഡ് ബ്രേക്കിന്റെ കേബിൾ പൊട്ടിയതാണെന്നാണ് പ്രാഥമിക നിഗമനം. കണ്ണൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 3 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി. കണ്ണൂരിലെ പൂമംഗലം കോടിലേരി പാലത്തിന് സമീപത്തെ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 3 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി. പരിയാരം കോരപ്പൻ പീടിക സ്വദേശി PP ജാബിറിന്റെ മകൻ നജ്വാൻ അഹമ്മദിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. നാട്ടുകാരും അഗ്നിരക്ഷാസേനയും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചെക്ക് ഡാമിൽ തങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. ബന്ധുക്കൾക്കൊപ്പം തോട്ടിലിറങ്ങവേ കൂടെയുണ്ടായിരുന്ന ഒരു കുട്ടി ഒഴുക്കിൽപ്പെട്ടു. ആ കുട്ടിയെ രക്ഷിക്കാനായി എല്ലാവരും തോട്ടിലിറങ്ങിയ സമയത്ത് കരയിൽ നിന്നിരുന്ന നജ്വാനെ കാണാതെ പോവുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരും മറ്റും ചേർന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇന്ന് രാവിലെ വീണ്ടും അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ തെരച്ചിൽ പുനരാരംഭിച്ചു. ഈ തെരച്ചിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു കുടുംബം പൂമംഗലം കോടിലേരി പാലത്തിന് സമീപത്തെ തോട്ടിൽ കുളിക്കാനായി എത്തിയത്. കുർമാത്തൂർ ചെറുക്കളയിൽ ഉപ്പൂപ്പ KP ഉമ്മറിന്റെ വീട്ടിൽ എത്തിയതായിരുന്നു കുടുംബം. ഇവിടെ നിന്നാണ് 2 കിലോമീറ്ററോളം അകലെയുള്ള പൂമംഗലത്ത് കുളിക്കാനെത്തിയത്. ഹെൽത്ത് കൂട്ടപ്പിരിച്ചുവിടൽ. ജീവനക്കാരുടെ സമരം ഏറ്റെടുത്ത ഡിവൈഎഫ്ഐ. മെഡിക്കൽ കോഡിംഗ് കമ്പനി കോറോ ഹെൽത്ത് 800-ലധികം ജീവനക്കാരെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ടത് ശുദ്ധ തോന്നിവാസമാണെന്ന് ഡിവൈഎഫ്ഐ. തൊഴിലാളികൾ നടത്തുന്ന സമരത്തിനൊപ്പമാണ് ഡിവൈഎഫ്ഐ എന്ന് സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. ജോലിക്കെത്തിയ ജീവനക്കാരെ കമ്പനി അധികൃതരും പോലീസും പുറത്തു നിർത്തിയതോടെ ഡിവൈഎഫ്ഐ ഇടപെട്ട് ഇവരെ കമ്പനികളിൽ അകത്തേക്ക് കയറ്റി. തൊഴിലാളികൾ പുറത്തു നിർത്തേണ്ടവരോ അഭയാർത്ഥികളോ അല്ലെന്ന് VK സനോജും V വസീഫും പറഞ്ഞു. തൊഴിലാളികളെ അടിമപ്പണിയെടുപ്പിച്ചോ ഇന്നു മുതൽ വരേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അതനുസരിച്ചു കൊള്ളണമെന്ന
ധിക്കാരത്തിന്റെ നിലയിൽ കമ്പനി പ്രവർത്തിച്ചാൽ ആ കമ്പനി പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് യുവജന പ്രസ്ഥാനം തീരുമാനിക്കുമെന്ന് സനോജ് പറഞ്ഞു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഒറ്റയടിക്ക് പിരിച്ചുവിടുകയാണ്. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടപ്പിലാക്കിയത്? ഇത് അനുവദിച്ചു കൊടുത്താൽ നാളെ ഈ നാട്ടിൽ ചെറുപ്പക്കാർക്ക് സുരക്ഷിതമായി തൊഴിലെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകില്ല. കരാർ അടിമകളായ തൊഴിലാളികളെയും ജീവനക്കാരെയും കാണുന്ന കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തിന്റെ ഭാഗം കൂടിയാണിത്. സംസ്ഥാന സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്നും VK സനോജ് പറഞ്ഞു. പൈൽസ് ശസ്ത്രക്രിയക്കിടെ മരണം. യുവാവിന്റെ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യും. പൈൽസ് ശസ്ത്രക്രിയക്കിടെ ബംഗളൂരുവിലെ ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രിയിൽ 3 മാസം മുമ്പ് മരിച്ച ഇരുവേരിയിലെ ഷാനവാസിന്റെ മൃതദേഹം ഖബറിൽ നിന്നും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യും. മരണത്തിൽ നിലനിൽക്കുന്ന ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട കുടുംബാംഗങ്ങൾ നൽകിയ ഹർജി തീർപ്പാക്കി തളിപ്പറമ്പ് സബ് ഡിവിഷനിൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് റീപോസ്റ്റ്മോർട്ടത്തിന് ഉത്തരവിട്ടത്. ഇതനുസരിച്ച് ഇരുവേരി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ അടക്കിയ മൃതദേഹം ചൊവ്വാഴ്ച പുറത്തെടുത്ത് പരിശോധിക്കും. ഭാര്യ 3 മാസമായി നടത്തിയ നിയമ പോരാട്ടമാണ് വിജയം കാണുന്നത്. ഒപ്പം കർണാടകത്തിലെ സർക്കാർ ആശുപത്രിയുടെ ശോച്യാവസ്ഥയും പുറം ലോകം അറിയുകയാണ്. സർക്കാർ ആശുപത്രിയായ വിക്ടോറിയയിൽ യാതൊരു ഭൗതിക സൗകര്യവുമില്ലാത്തതാണ് ശസ്ത്രക്രിയ നടത്തിയതെന്ന് ഭാര്യ ഷേർലി ആരോപിച്ചു. രാത്രിയിൽ ഒരു ഡോക്ടർ മാത്രമാണ് ശസ്ത്രക്രിയ ചെയ്യാനുണ്ടായിരുന്നത്. നഴ്സിന്റെ സഹായം പോലും ഉണ്ടായില്ല. ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്ത് മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിലാണ് ശസ്ത്രക്രിയ നടത്തിയതെന്നും അദ്ദേഹത്തിന്റെ ഭാര്യ ആരോപിക്കുന്നു. വിപ്ലവകാരിയായ ഡോക്ടറാവുക. മെഡിക്കൽ കോളേജിൽ ചെഗുവേരയുടെ ചിത്രമുയർത്തി വിദ്യാർത്ഥികൾ. 2 പതിറ്റാണ്ടിനു ശേഷം അരാഷ്ട്രീയ വർഗീയ കോട്ട തകർത്തെറിഞ്ഞ് യൂണിയൻ തിരിച്ചുപിടിച്ച കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അനശ്വര രക്തസാക്ഷി ചെഗുവേരയുടെ ചിത്രം കൈകളിലേന്തി വിദ്യാർത്ഥികൾ. 23 വർഷം മുമ്പ് യൂണിയൻ നഷ്ടപ്പെട്ടപ്പോൾ ഇൻഡിപെൻഡൻസ് എന്ന അന്താരാഷ്ട്ര മുന്നണി ഒഴിവാക്കിയ ചെഗുവേരയുടെ ചിത്രമാണ് SFI യൂണിയൻ ഭാരവാഹികൾ വീണ്ടും യൂണിയൻ റൂമിൽ സ്ഥാപിച്ചത്. വർഗീയവാദികളും വലതുപക്ഷവും നുണക്കൊണ്ട് ചെഗുവേരയുടെ വിപ്ലവ ജീവിതത്തെ ശോഭ കെടുത്താൻ ശ്രമിക്കുമ്പോഴും കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ തിലകക്കുറിയായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ അവരുടെ ചരിത്ര മനുഷ്യനെ ഉയർത്തിപ്പിടിക്കുകയാണ്. വിപ്ലവകാരിയായ ഡോക്ടറാവുക എന്ന ആശയമാണ് യൂണിയൻ മുന്നോട്ട് വെക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കേരള ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 16-ൽ 13 സീറ്റും SFI നേടിയാണ് പിടിച്ചത്. ജനറലിൽ 8 സീറ്റിലും ബാച്ച് റൈപ്പിൽ 5 സീറ്റുമാണ് നേടിയത്. ദീർഘകാലമായി SFI നയിച്ച ക്യാമ്പസിൽ 2003-ലാണ് ഇൻഡിപെൻഡൻസ് ജയിക്കുന്നത്. യൂണിറ്റില്ലാത്ത KSU, ക്യാമ്പസ് ഫ്രണ്ട്, ABVP, ഫ്രറ്റേണിറ്റി എന്നിവരെല്ലാം ചേർന്ന് ഇൻഡിപെൻഡൻസ് എന്ന അരാഷ്ട്രീയ കൂട്ടായ്മ രൂപീകരിച്ചു SFIക്കെതിരെ ഒന്നിക്കുകയായിരുന്നു. വർഗീയ പ്രചാരണം നടത്തിയും മറ്റും 23 വർഷം യൂണിയൻ അവർ നിലനിർത്തിയെങ്കിലും വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം പറഞ്ഞ് അഞ്ചലമായി നിലകൊണ്ട SFIക്ക് മധുര വിജയം സമ്മാനിച്ച് ക്യാമ്പസ് ഈ തെരഞ്ഞെടുപ്പിൽ ഹൃദയത്തിലേറ്റുകയായിരുന്നു. ഇത്തവണ KSU ഈ അവിയൽ മുന്നണിയിൽ നിന്ന് മാറി നിന്നാണ് മത്സരിച്ചത്. സംരംഭകർക്ക് ഓൺലൈൻ വഴി ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യാം. ഏകദിന പരിശീലനം. സംരംഭകർ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ, കുടുംബശ്രീ തുടങ്ങിയവർ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ വഴി വിപണനം വർദ്ധിപ്പിക്കുന്നതിന് ഏകദിന പരിശീലനം നൽകുന്നു. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ പരിചയപ്പെടുത്താൻ ആമസോൺ പോലുള്ളതിൽ രജിസ്ട്രേഷൻ, സർക്കാർ സംവിധാനമായ ജം രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങൾ പരിശീലനം ലഭിക്കും. കണ്ണൂർ APJ അബ്ദുൽ കലാം ലൈബ്രറിയും ഹാപ്പിനെസ് ഫൗണ്ടേഷനും ചേർന്നാണ് ഏകദിന പരിശീലനം നൽകുന്നത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 30 പേർക്കാണ് അവസരം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447372316.
തെരുവ് നായ്ക്കൾ കൂട്ടത്തോടെ ആക്രമിച്ചു. 4 വയസ്സുകാരിയെ കടിച്ചു കീറി വലിച്ചിഴച്ചു. ദാരുണാന്ത്യം. പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ തെരുവുനായ്ക്കളുടെ ക്രൂരമായ ആക്രമണത്തിൽ 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. ഹോഷിയാർപൂരിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികളായ UP സ്വദേശി രാംജീവൻ പ്രീതി ദമ്പതിമാരുടെ മകൾ ഗുൻഗുനാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. മാതാപിതാക്കൾ സമീപത്തെ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ നായകൾ കടിച്ചു കീറുകയായിരുന്നു. അടുത്തുള്ള ഒരു മരച്ചുവട്ടിൽ കുട്ടിയെ ഇരുത്തിയ ശേഷമാണ് മാതാപിതാക്കൾ ജോലിക്ക് ഇറങ്ങിയത്. ഈ സമയം പാനെത്തിയ 7ഓളം തെരുവുനായ്ക്കൾ കൂട്ടത്തോടെ കുഞ്ഞിനെ വളയുകയും ആക്രമിക്കുകയുമായിരുന്നു. കുഞ്ഞിനെ ക്രൂരമായി കടിച്ചു കീറിയ നായ്ക്കൾ ഏതാനും ദൂരത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. കുഞ്ഞിന്റെ കരച്ചിലിൽ കേട്ടാണ് മാതാപിതാക്കളും മറ്റു തൊഴിലാളികളും കൃഷിയിടത്തിൽ നിന്നും ഓടിയെത്തിയത്. ചോരയിൽ കുളിച്ചു കിടന്ന കുട്ടിയെ ഇവർ ഓടിച്ചെന്ന് നായ്ക്കളുടെ പിടിയിൽ നിന്നും മോചിപ്പിച്ചു. ഉടൻ തന്നെ കുട്ടിയെ സമീപത്തെ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും പരിക്ക് അതീവ ഗുരുതരമായതിനാൽ ഹോർഷായർപൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ചികിത്സയ്ക്കിടെ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങി. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനം ലോഗോ പ്രകാശനം ചെയ്തു. ഡിവൈഎഫ്ഐയുടെ 16ാം സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരിൽ മുന്നൊരുക്കം സജീവം. സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം സംവിധായകൻ ചിദംബരം ഫുട്ബോൾ താരം CK വിനീതിന് നൽകി പ്രകാശനം ചെയ്തു. കാസർഗോഡ് കൊടക്കാട് സ്വദേശിയായ +1 വിദ്യാർത്ഥി മുഹമ്മദ് സിനാനാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത്. പ്രകാശന ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി VK സനോജ്, പ്രസിഡന്റ് V വസീഫ്, സംസ്ഥാന സമ്മേളന സ്വാഗത സംഘം ട്രഷറർ KK രാമചന്ദ്രൻ, MLA ജനറൽ കൺവീനർ KS റോസൽ രാജ്, ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ ചിന്ത ജെറോം, M വിജിൻ MLA, ഗ്രീഷ്മ അജയ് ഘോഷ്, തൃശൂർ ജില്ലാ പ്രസിഡന്റ് PH നിയാസ്, ട്രഷറർ സുകന്യ ബൈജു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ RL ശ്രീലാൽ, ഡോക്ടർ ഫസീല തരകത്ത് എന്നിവർ പങ്കെടുത്തു. സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് ജൂൺ 28 രൂപീകരിച്ച സംഘാടക സമിതിയിൽ നാനാതുറകളിലുള്ള വൻ ജനാവലിയാണ് എത്തിയത്. തുടർന്ന് ജില്ലയിലെ 18 ബ്ലോക്ക് കമ്മിറ്റികളും സംഘാടക സമിതി രൂപീകരണം പൂർത്തിയാക്കി. 211 മേഖലകളിൽ 100ഇടത്തും സംഘാടക സമിതി രൂപീകരണം പൂർത്തിയായി. 10 മേഖലാ തല സംഘാടക സമിതി രൂപീകരണം പൂർത്തിയാവും. യൂണിറ്റ് തല സംഘടക സമിതികളും രൂപീകരിച്ചു തുടങ്ങി. 2306 യൂണിറ്റ് സംഘാടക സമിതികളുടെ രൂപീകരണം 20-ന് പൂർത്തിയാവും. നവമാധ്യമങ്ങളിലും സമ്മേളനത്തിന്റെ പ്രചരണം ഉയർന്നു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ യൂണിറ്റ് തലം മുതൽ ജില്ലാ തലം വരെ വിവിധ പ്രചാരണ പരിപാടികളും അനുബന്ധ പരിപാടികളും നടക്കും. കനത്ത മഴയും ശക്തമായ കാറ്റും. കണ്ണൂരിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ കടപുഴകി വീണു. സ്ത്രീക്ക് പരിക്ക്. കണ്ണൂർ ജില്ലയിൽ തിങ്കളാഴ്ച രാവിലെ ഉണ്ടായ കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. മരങ്ങൾ വീണ് വൈദ്യുതി ലൈനുകൾ തകരാറിലായതോടെ പ്രദേശത്ത് വൈദ്യുതി നിലച്ചു. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ പൊട്ടി വീണത് അപകടത്തിൽ ഒരു സ്ത്രീക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമല്ലെന്നാണ് ലഭിക്കുന്ന വിവരം. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. വളക്കൈ കൊയ്യം റൂട്ടിൽ കൊയ്യം കാതിക്ക് സമീപം മര റോഡിലേക്ക് വീണ് ഗതാഗതം മുടങ്ങി. തിങ്കളാഴ്ച രാവിലെ 6:30യോടെയാണ് സംഭവം. ഒടുവിൽ നാട്ടുകാരാണ് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മയ്യിൽ രാവിലെ പെയ്ത കനത്ത മഴയിൽ മരം വീണ് നിരവധി വൈദ്യുതി തൂണുകളും തകർന്നു. കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലകളിൽ രാവിലെ കനത്ത മഴയും കാറ്റുമുണ്ടായി. പലയിടത്തും മരങ്ങൾ ഒടിഞ്ഞു വീണു. വ്യാപകമായ കൃഷിനാശവും സംഭവിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിങ്കളാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. നീതി തേടി റെയിൽവേ തൊഴിലാളികൾ. ജൂലൈ 8-ന് ചെന്നൈ റെയിൽവേ GM ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. ദക്ഷിണ റെയിൽവേ സ്വീകരിക്കുന്ന ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ DREU പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. കൈവരിച്ച വികസന പദ്ധതികൾക്കും വർദ്ധിച്ച ഗതാഗത സൗകര്യത്തിനും വർദ്ധിച്ച വരുമാന വളർച്ചയ്ക്കും ആനുപാതികമായി തസ്തികകൾ അനുവദിക്കാതെ നിലവിലുള്ള തസ്തികകൾ വെട്ടിക്കുറച്ചും ഒഴിവുകൾ നികത്താത്തതും
അമിത അധ്വാന ഭാരം അടിച്ചേൽപ്പിക്കുകയും ട്രേഡ് യൂണിയന്റെ ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിക്കുന്നതിനുമെതിരെയുമാണ് DRU സമരം ശക്തിപ്പെടുത്തുന്നത്. റെയിൽവേയിൽ സുരക്ഷാ ജോലികളിൽ ഉൾപ്പെടെ 4 ലക്ഷം ഒഴിവുകളാണ് വർഷങ്ങളായി നികത്തപ്പെടാതെ കിടക്കുന്നത്. ഓരോ വർഷവും വിവിധ പദ്ധതികളിലായി 3 ലക്ഷത്തോളം കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. പുതിയ വണ്ടികൾ ഏർപ്പെടുത്തുന്നു. യാത്രക്കാരും ചരക്കും ഗതാഗതവും വരുമാനം വർദ്ധിക്കുന്നു. അവ പരിപാലിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും വണ്ടികൾ ഓടിക്കാനും കൂടുതൽ തസ്തികകൾ അനുവദിക്കുന്നതിനു പകരം ഉള്ള തസ്തികകൾ വേണ്ടെന്ന് വെച്ചും ഒഴിവുകൾ നികത്താത്തതും ദൈനംദിന പ്രവർത്തനങ്ങളിൽ കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടയിലും ദക്ഷിണ റെയിൽവേ പാസഞ്ചർ ചരക്കു കടത്തൽ മറ്റു പ്രവർത്തനങ്ങൾ എല്ലാ വിഭാഗങ്ങളിലും റെക്കോർഡ് നേട്ടമാണ് കൈവരിച്ചിട്ടുള്ളത്. നിശ്ചയിച്ചിരുന്ന ലക്ഷ്യത്തെക്കാൾ വളരെ കൂടുതൽ ഗതാഗതം കൈകാര്യം ചെയ്തും വരുമാനം 8% വർദ്ധിച്ച് 13,770 കോടി രൂപയായി ലക്ഷ്യമിട്ടതിനേക്കാൾ 416 കോടി രൂപ അധികം. സമയാനുഷ്ഠിതക്കും സുരക്ഷയ്ക്കും ഒട്ടേറെ അവാർഡുകൾ പാലക്കാട്, തിരുവനന്തപുരം ഡിവിഷനുകൾ വാരിക്കൂട്ടി. റെയിൽവേ ഗതാഗതം തടസ്സപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ മതിയായ വിശ്രമമില്ലാതെ അമിത അധ്വാനം പേറിയും ഒട്ടേറെ ശാരീരികവും മാനസികവുമായ സമ്മർദ്ദങ്ങൾ സഹിച്ചുമാണ് തൊഴിലാളികൾ ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. മതിയായ ജീവനക്കാരുടെ അഭാവം സുരക്ഷയെ തന്നെ പ്രതികൂലമായി ബാധിക്കാനിടയുണ്ട്. ഈ സാഹചര്യത്തിൽ കൈവരിച്ച നേട്ടങ്ങളുടെ മറവിൽ റെയിൽവേ ഗതാഗതം നേരിടുന്ന പ്രശ്നങ്ങൾ അവഗണിക്കാതെ ജീവനക്കാരുടെ സംഘടനകളുമായി കൂടിയാലോചന നടത്തി തൊഴിൽ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്നും ഒഴിവുകൾ നികത്താനും പുതിയ വണ്ടികൾക്കും ഗതാഗത വർധനവിനും ആനുപാതികമായി തസ്തികകൾ അനുവദിക്കാനും ബോണസ് കണക്കാക്കുന്ന ശമ്പള പരിധി പിൻവലിക്കാനും യൂണിയനുകൾ ലഭ്യമാക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കണമെന്നും പങ്കാളിത്തം ആവശ്യപ്പെട്ടും DRU കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുള്ള ജൂലൈ 8 GM ഓഫീസ് മാർച്ചിൽ എല്ലാ തൊഴിലാളികളും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതായും DRDU വ്യക്തമാക്കി. കണ്ണൂരിൽ നൃത്ത മത്സരം 3ാം ക്ലസ്റ്ററിലേക്ക് അപേക്ഷിക്കാം. സിംഗിൾ ഗ്രൂപ്പ് ഇനങ്ങളിലായി നൃത്തരൂപങ്ങൾ. വിജയികളെ കാത്തിരിക്കുന്നു. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ.